പത്തനംതിട്ടയിൽ കോവിഡ് ബാധിതയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ ശിക്ഷാവിധി ഇന്ന്. പ്രതി ആംബുലൻസ് ഡ്രൈവർ നൌഫലിനുള്ള ശിക്ഷ പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധിക്കുക. സോന സുരേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. സോന, കേരളം ഒട്ടാകെ കോവിഡ് ഭീതിയിൽ അങ്ങനെ നിന്നിരുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ നടുക്കുന്നൊരു വാർത്ത അന്ന് പുറത്തു വന്നിരുന്നത്. ഈ കേസിനെ സംബന്ധിച്ച് ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഈ കേസിൻ്റെ വാദം പുരോഗമിച്ചത്? എത്ര പേരാണ് ഇതിൽ സാക്ഷികളായിട്ടുള്ളത്? എന്തായിരിക്കും നൌഫലിന് വിധിക്കാനിരിക്കുന്ന ശിക്ഷ? കാളിദാസ്, ഏകദേശം 2020 സെപ്റ്റംബർ 5 കേസിന് ആസ്പദമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. കോവിഡ് ബാധിച്ച അടൂർ സ്വദേശിയായ ഒരു 19 വയസ്സുകാരിയാണ് ഈ പ്രതിയായ കായംകുളം സ്വദേശി നൌഫൽ 108 ആംബുലൻസിലേക്ക് കയറ്റുകയും അതിനുശേഷം കോവിഡ് സെൻറ്ററിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നത്. അതിനുശേഷം പന്തളം വഴി പോകേണ്ട ഈ പ്രതി നൌഫൽ ഈ 19കാരിയുമായി ആറന്മുള ഭാഗം വഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ആംബുലൻസ് നിർത്തിയിട്ടാണ് ഈ കുട്ടിയോട് ഇങ്ങനെ ഈ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നത്. അതിനുശേഷം കുട്ടി കോവിഡ് സെൻറ്ററിലേക്ക് എത്തുകയും അവിടെ വെച്ചിട്ടാണ് ഈ പീഡന വിവരങ്ങളെല്ലാം കൃത്യമായി തന്നെ ആശുപത്രി അധികൃതരോട് പറയുന്നത്. അന്ന് തന്നെ വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു ഇത്. കേരളത്തിൽ മാത്രമല്ല, ദേശീയതലത്തിലും മറ്റും വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയായിരുന്നു ഇത്. അതിനുശേഷം ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും പോലീസ് കേസെടുക്കുകയും മറ്റുമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 4 വർഷത്തോളമായിട്ട് വിചാരണ നടക്കുന്നൊരു കേസാണ്. ഏകദേശം 55 സാക്ഷികളോളം പോലീസ് ഇതിനിടെ വിസ്തരിച്ചിട്ടുണ്ട്. ഇത്രയും പേരുടെ മൊഴി എടുത്തിട്ടുണ്ട്. ഏകദേശം ഇന്നലെയാണ് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നാണ് കേസിൻ്റെ വിധി പ്രസ്താവിക്കുക. എന്ത് തന്നെ ആയാലും കുട്ടിയുടെ മുന്നിൽ വെച്ച് തന്നെ ഈ വിചാരണ നടക്കുന്ന കാലയളവിൽ ഈ എല്ലാ വിചാരണ പ്രക്രിയകളും കോടതി ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു. പ്രതി കുട്ടിയുടെ മുന്നിൽ മാപ്പ് പറയുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായി തന്നെയാണ് ഈ വിചാരണ കാലയളവിൽ ക്യാമറയിൽ പകർത്തിയിരുന്നത്. പ്രതിക്കെതിരെ ഇവിടെ ചുമത്തിയിരിക്കുന്നത് തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം, അതുപോലെ പട്ടികജാതി പീഡനം എന്നീ കുറ്റകൃത്യങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരുന്നത്. ഇതെല്ലാം തെളിഞ്ഞിട്ടുമുണ്ട്. ആംബുലൻസിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നതെന്നും അന്ന് തന്നെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 55 സാക്ഷികളെ അടക്കം പോലീസ് ഇതിൽ വിസ്തരിച്ചിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടതൊന്നാണ്, കുറ്റകൃത്യം നടന്ന ഏകദേശം 45 ദിവസങ്ങൾക്ക് ശേഷം തന്നെയാണ് നമ്മുടെ പോലീസ് ഇതിൽ ഒരു 45 ദിവസങ്ങൾക്ക് ശേഷം തന്നെ കുറ്റപത്രം സമർപ്പിച്ചു. അതിനുശേഷം 4 വർഷത്തെ നീണ്ട വിചാരണയ്ക്ക് ശേഷം ഇന്നാണ് എന്ത് തന്നെ ആയാലും കേസിൻ്റെ വിധി പറയുന്നത്. കോവിഡ് കാലത്ത് നമ്മളെല്ലാവരും കേരളക്കരെ ആകെ ഒന്നിച്ച് നിന്നൊരു സമയത്താണ് ഇതുപോലൊരു വാർത്ത പുറത്തു വരുന്നത്. കേരളക്കരെ ആകെ ഞെട്ടിച്ച്, അതുപോലെ വളരെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ആ കേസിൻ്റെ വിധി ഇന്ന് എന്തായാലും പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രസ്താവിക്കും. കാളിദാസ്.